ഹലോ ഗായ്സ്, ജിമിഗി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ആന്ധ്ര സ്പെഷ്യൽ വഴുതനങ്ങ കറി. ജിഷയുടെ സ്പെഷ്യലാണ്. ജിഷയുടെ കസിൻസൊക്കെ ആന്ധ്രയിലുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ചെയ്യുന്ന റെസിപ്പിയാണത്. അപ്പോൾ ജിഷ നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ ഞാൻ ജിഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അരിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞെടുത്ത്, പിന്നെ സവാള ഒരു 3 സവാളയും 2 പച്ചമുളകും കറിവേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയിലേക്ക് സവാള ഇടണം, പിന്നെ പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എണ്ണ അധികം വേണോട്ട് ഈ കറിക്ക്. ഒരു ഇച്ചിരി എണ്ണയിൽ കിടന്നാണ് ഈ കറി റെഡിയായിട്ട് വരേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇനി നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ ഇവിടെ, അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ മുളക് പൊടി ഒന്നും അതിൽ ചേർക്കണില്ല കേട്ടോ. അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വഴുതനങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വഴുതനങ്ങ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ വഴുതനങ്ങ നമ്മൾ മീനുക്കുട്ടിയുടെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് എടുത്തേക്കണേ കേട്ടോ. അവിടെ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു മിക്കതും കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. പച്ചമുളകൊക്കെ എപ്പോഴും ഉണ്ടാവും അവിടെ. പിന്നെ തക്കാളി, അതുപോലെ തന്നെ അച്ചിങ്ങപ്പയർ എല്ലാം മീനു കൃഷി ചെയ്യുന്നുണ്ട്. ഭയങ്കര കൃഷിക്കാരൊക്കെയാണ് മീനു. ഒരു തവണ കർഷക ശ്രീ അവാർഡൊക്കെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വീഡിയോയിൽ മീനുവിൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ഞങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കുക. അധികം നേരം മൂടി വെക്കണ്ട കേട്ടോ. അധികം മൂടി വെച്ചാൽ മറ്റേ ഒരു വിയർപ്പ് വെള്ളമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വീണ് പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ അധികം മൂടി വെക്കാണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് മൂടിയിട്ട് തുറന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ആ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളിയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതില്ലേ, അതും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കുക. ഈ തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവില്ല, അതൊക്കെ പോകണ വരെ ഒന്ന് വഴറ്റിയിട്ട് അധികം ഒന്ന് മൂടി വെച്ച് വേവിക്കണ്ട. പെട്ടെന്നാവണ ഒരു റെസിപ്പിയാണത്. കാരണം വഴുതനങ്ങയല്ലേ, അധികം വേവില്ലല്ലോ. ലഞ്ച് ബോക്സിലോട്ടൊക്കെ നല്ലൊരു ഐറ്റമാണിത്. എപ്പോഴും നമുക്ക് കൊടുത്തു വിടാനായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. എന്നിട്ട് ആ സമയത്ത് ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയാകും. എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിൻ്റെ ഒരു മുളക് പൊടിയിലും ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം നമുക്ക്. അതുവരെ ഒന്ന് വഴറ്റുക. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.